ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ജുക്കി എന്ന ബ്രാൻഡിൻ്റെ കമ്പ്യൂട്ടർ കൺട്രോൾഡ് ഹൈ സ്പീഡ് ബട്ടൺ ഹോൾ സൂയിങ് മെഷീൻ, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ബട്ടൺ ഹോൾ സൂയിങ് മെഷീൻ. അതിൻ്റെ പ്രത്യേകതകളും സ്പെസിഫിക്കേഷനും ഡീറ്റെയിൽസൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണുക. ദയവേത് കാണുന്ന എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് ഡ്രൈവ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഫുൾ ഓട്ടോമാറ്റിക് ബട്ടൺ ഹോൾ സൂയിങ് മെഷീനാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഡയറക്റ്റ് ഡ്രൈവ് AC സെർവോ മോട്ടറിൻ്റെ രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു മെഷീനാണ്. പിന്നെ ഇത് സെമി ഡ്രൈ ഹെഡ് സൂയിങ് മെഷീനാണ്. അതായത് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി, ചെറിയൊരു ടാങ്കാണ്. പിന്നെ കോട്ടൺ വിക്കിൻ്റെ സഹായത്തോടു കൂടി പല ഭാഗങ്ങളിലേക്കും ഓയിൽ എത്തിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതാണ് സെമി ഡ്രൈ ഹെഡ് എന്ന് പറയാം. പിന്നെ വരുന്നത് ഇതിൻ്റെ സ്പീഡ് 4200 SPM ആണ്, അതായത് സ്റ്റിച്ച് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 4200 സ്റ്റിച്ച് ഇതാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബട്ടൺ ഹോളിൻ്റെ നൈഫിൻ്റെ ലെങ്ത്ത്, അതായത് ബട്ടൺ ഹോൾ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് ഹോൾ വീഴുമല്ലോ, അതിൻ്റെ മാക്സിമം ലെങ്ത്ത് നമുക്ക് 1.25 ഇഞ്ച് വരെ വലിയ ബട്ടൺ ഹോൾ നമുക്കിതിൽ അടിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്രഷർ ഫുട്ട് ലിഫ്റ്റിംഗ്, ഓട്ടോമാറ്റിക് പ്രഷർ ഫുട്ട് ലിഫ്റ്റിംഗ് എന്ന് പറയുക. ഒരു സ്റ്റെപ്പിംഗ് മോട്ടറിൻ്റെ സഹായത്തോടു കൂടി പ്രഷർ ഫുട്ട് നമ്മൾ ബട്ടൺ ഹോൾ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പ്രഷർ ഫുട്ട് പൊങ്ങി നിൽക്കും. അതാണ് ഓട്ടോമാറ്റിക് പ്രഷർ ഫുട്ട് ലിഫ്റ്റിംഗ്. പിന്നെ നീഡിൽ ത്രെഡ് ടെൻഷൻ ഓട്ടോമാറ്റിക്കാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ നീഡിൽ ത്രെഡ് ടെൻഷൻ ഓട്ടോമാറ്റിക് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന ടച്ച് പാനലിൽ നമുക്ക് ഇതിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അതാണ് നീഡിൽ ത്രെഡ് ടെൻഷൻ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത്. കൂടാതെ നീഡിൽ ത്രെഡ് ബ്രേക്കേജ് സിസ്റ്റം കൂടെ ഇതിൽ വരുന്നുണ്ട്. ത്രെഡ് പൊട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മെഷീൻ അവിടെ വെച്ച് നിൽക്കും. അപ്പോൾ നമുക്ക് ത്രെഡ് കോർത്തിട്ട് എവിടെ നിന്നാണോ സ്റ്റിച്ച് പൊട്ടിയേ അവിടെ നിന്ന് തന്നെ കോർത്ത് കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്ത് അടിച്ച് എടുക്കാൻ പറ്റും. അതുപോലെ ഇതിൽ ഒരു കൺട്രോൾ പാനൽ വരുന്നുണ്ട്. അത് നിങ്ങൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും. ആ ടേബിളിൽ തന്നെ ഒരു സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് മൾട്ടി കട്ടർ എന്നൊരു ഓപ്ഷനൊക്കെ ബ്ലേഡ് ഉണ്ട്. അതായത് 4 ഇഞ്ചിൻ്റെ ബ്ലേഡ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ 1.25 ഇഞ്ചിൻ്റെ ഹോൾ അടിക്കണമെങ്കിലും ബ്ലേഡ് തന്നെ പലവട്ടം വീണിട്ട് നമുക്കവിടെ 1.25 ഇഞ്ചിൻ്റെ ഹോളായിട്ട് കിട്ടും. അതായത് മൾട്ടി കട്ടർ എന്നാണ് അതിന് പറയുക. അങ്ങനെയുള്ള പ്രോഗ്രാം നമുക്കതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏകദേശം ഒരു 37 ഡിസൈൻസ് ആ പാനൽ ബോർഡിൽ ഉണ്ടാവും. അതായത് ബട്ടൺ ഹോൾ ഒരു ഷേപ്പല്ല, പല ഷേപ്പിൽ നമുക്ക് അടിക്കാൻ പറ്റും. അതുപോലെ ഒരു 99 ഡിസൈൻസ് നമുക്ക് വേണമെങ്കിൽ അതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതിൽ പെൻ ഡ്രൈവ് കുത്താനുള്ള സൗകര്യമുണ്ട്, അത് വെച്ച് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഓരോരോ ഫങ്ഷൻസ്, ഇപ്പോൾ ഷർട്ട് അടിക്കുന്നത്, അതുപോലെ തന്നെ കോട്ട്, അതുപോലെ തന്നെ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ കീ ഹോളിൻ്റെ ഡിസൈൻ നമുക്ക് കിട്ടും. കീ ഹോൾ എന്ന് പറഞ്ഞാൽ ഈ ജീൻസ് പാൻറ്റിൽ വരുന്ന ബട്ടൺ ഹോളിനെയാണ് നമ്മൾ കീ ഹോൾ എന്ന് പറയുക. ഐലറ്റ് മെഷീൻ എന്നൊക്കെയാണ് പറയുക. അത് വേറൊരു മെഷീനാണ്, കാരണം അതിൽ ഹോൾ വരുന്നത് വേറൊരു ഷേപ്പിലാണ്. പക്ഷേ ഇതിൽ ഹോളിൻ്റെ ഷേപ്പ് കിട്ടില്ല, ആ ഡിസൈൻ മാത്രം നമുക്ക് വേണമെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ ബട്ടൺ ഹോൾ മെഷീൻ കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിലും ബേസ് മോഡൽ മെഷീൻ ആണെങ്കിലും ലോക്ക് സ്റ്റിച്ച് മെഷീൻ തന്നെയാണ്. കാരണം ബോബിൻ കേസ് ഇട്ട് അടിക്കുന്ന എല്ലാ മെഷീനും ലോക്ക് സ്റ്റിച്ച് മെഷീനാണെന്ന് നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലുള്ള ഗുണം എന്താ വെച്ചാൽ, നമ്മൾ അടിക്കാൻ വേണ്ടി ഒരു വട്ടം പെഡൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്ത് ബ്ലേഡ് വീണ് പ്രഷർ ഫുട്ട് മുകളിലോട്ട് പൊങ്ങി നിൽക്കും. പിന്നെ വളരെ സ്പീഡിൽ പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും. കമ്പ്യൂട്ടറൈസേഷൻ്റെ ഗുണം എന്ന് വെച്ചാൽ മാക്സിമം സ്പീഡ്. പിന്നെ ജുക്കി എന്ന ബ്രാൻഡിൻ്റെ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് കംപ്ലയിൻസ് ഒന്നും വരില്ല. കുറച്ച് കോസ്റ്റ്ലിയാണ് മെഷീൻ, പെർഫോമൻസാണ്. ഇതിൻ്റെ ഹെഡിൻ്റെ വെയിറ്റ് തന്നെ മാത്രം നമുക്കൊരു 55 കിലോ വരും കേട്ടോ. മെഷീൻ കംപ്ലീറ്റ് സ്റ്റാൻഡേർഡ് ടേബിൾ ഉൾപ്പെടെയല്ല, ആ ഹെഡിൻ്റെ വെയിറ്റ് മാത്രം ഒരു 55 കിലോ ഉണ്ടാവും. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.